ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ചർച്ചയായി മാറിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം. ഇരുവരും കണ്ടന്റിനു വേണ്ടി പ്ലാൻ ചെയ്ത് ലവ് ട്രാക്ക് പ്രയോഗിക്കുകയാണെന്നാണ് ചിലർ വിമർശിക്കുന്നത്. അകത്തുള്ളവരും പുറത്തുള്ളവരും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് സുരേഷ് മേനോൻ. സീസൺ 6 മത്സരാർത്ഥിയായിരുന്നു സുരേഷ് മേനോൻ. എന്നാൽ രണ്ടാം ആഴ്ച സുരേഷ് ഷോയിൽ നിന്നും പുറത്തായിരുന്നു. ജാസ്മിന്റെയും ഗബ്രിയുടെയും ലവ് ട്രാക്ക് ഫ്രോഡാണെന്നാണ് സുരേഷ് മേനോൻ പറയുന്നത്. തുടക്കം മുതൽക്കേ താൻ അവരെ ശ്രദ്ധിച്ചിരുന്നുവെന്നും അങ്ങനെ താനത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് സുരേഷ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ഗബ്രിയും ജാസ്മിനും സ്വകാര്യമായി സംസാരിക്കുന്നത് താൻ കേട്ടിരുന്നുവെന്നും പിന്നീട് ഇരുവരും കൈപിടിച്ചു നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർ കളി തുടങ്ങിയെന്ന് തനിക്ക് മനസ്സിലായെന്നുമാണ് സുരേഷ് മേനോൻ പറയുന്നത്. ഇതെല്ലാം പൊതുജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് താൻ ഗബ്രിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് മേനോൻ പറയുന്നു. താൻ പുറത്തിറങ്ങിയപ്പോൾ അവർ പോകുന്നത് തെറ്റായ പാതയിലൂടെയാണെന്നും മനസ്സിലായി. കഴിഞ്ഞ ദിവസം രാത്രി കട്ടിലിൽ കിടന്ന് കരയുന്നതൊക്കെ കണ്ടു. പുറത്തു വരുമ്പോൾ ആളുകൾ ഇതൊക്കെ ചോദിക്കും. അതൊന്നും ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ലെന്നും സുരേഷ് പറയുന്നു. ജാസ്മിന്റെ അച്ഛന് സുഖമില്ലാതായപ്പോൾ അവൻ എന്നോടും അപ്സരയോടും കരഞ്ഞു പറഞ്ഞിരുന്നു. താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. നീ ഇതൊക്കെ ബോധപൂർവം പ്ലാൻ ചെയ്തതായിരുന്നുവോ എന്ന് ചോദിച്ചു. അതെ, താൻ പ്ലാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ഇവിടെ കുറെ നിയന്ത്രണങ്ങളൊക്കെയുണ്ട്. അതൊന്നും അറിയില്ലെന്ന് പറയരുത്. പ്ലാൻ ചെയ്തുവെന്നാൽ അനന്തരഫലങ്ങൾ അറിഞ്ഞു തന്നെ ചെയ്തതാണ്. അപ്പോൾ ആരാണ് തെറ്റുകാര്? ജനങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ടെന്നും സുരേഷ് പറയുന്നു. അതൊക്കെ പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു. പക്ഷേ അതൊക്കെ വ്യാജമായിരുന്നുവെന്നും സുരേഷ് പറയുന്നു. അതേസമയം ജാസ്മിൻ മികച്ച മത്സരാർത്ഥിയാണ്. അവസാനം ഒരു ഘട്ടം വരുമ്പോൾ അറിയാം ആരാണ് മികച്ച ഗെയിമറെന്നും സുരേഷ് പറയുന്നു. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവർ ഗെയിം കളിക്കുകയാണ് എന്നാണ്. അതിനെ ആ രീതിയിൽ എടുക്കണം. മറ്റു തരത്തിൽ അതിനെ കാണേണ്ടതില്ലെന്നും സുരേഷ് പറയുന്നുണ്ട്. ഗബ്രി ഫേക്കാണെന്നും സുരേഷ് പറയുന്നു. ഭയങ്കരമായി കരച്ചിലുമൊക്കെ കാണിക്കും. എന്നാൽ ഒരുപക്ഷെ അദ്ദേഹം ഫൈനൽ 5 എത്തിയേക്കും എന്നും സുരേഷ് അഭിപ്രായപ്പെടുന്നുണ്ട്. അർജുനും അപ്സരയും ഒക്കെ മികച്ച ഗെയിമറാണ്. തനിക്ക് ബിഗ് ബോസിലെ എല്ലാവരുമായും നല്ല ആത്മബന്ധമുണ്ടായിരുന്നു. അസീറോക്കിയുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധമെന്നും സുരേഷ് പറയുന്നു. അതേസമയം താൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അസീറോക്കിയും സിജോയും തമ്മിലുള്ള ഫൈറ്റ് നടക്കില്ലായിരുന്നുവെന്നും സുരേഷ് പറയുന്നുണ്ട്.